പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ചായി വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. PhDയുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോ ഒന്നും കുറച്ചായിട്ട് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത്. അപ്പോൾ അതിനാദ്യമേ ഒരു ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഒന്ന് ചെയ്തു തരുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് പഠിച്ചാലോ? നോക്കൂ, ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഞാനിവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിക്കുക. അതായത് ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിലും ലാബിലിറ്റിയുടെ അടിസ്ഥാനത്തിലും. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറേഷൻ, അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ലാബിലിറ്റി. ഇനി ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാലോ, അത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്നും പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്നും. ഇനി ലാബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ജനറൽ പാർട്ട്ണർഷിപ്പ് എന്നും അതുപോലെ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്നും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡ്യൂറേഷനിൽ വരുന്ന ആദ്യത്തെ നോക്കാം. പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. മലയാളത്തിൽ ഇതിനെ യഥേഷ്ട പാർട്ട്ണർഷിപ്പ് എന്നൊക്കെയാണ് കേട്ടോ പറയാം. അപ്പോൾ എന്താണെന്ന് നോക്കാം. If the duration of the partnership is not fixed in the partnership agreement, it is called partnership at will. അതായത് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എത്ര കാലത്തേക്കാണ് എന്ന് എഗ്രിമെൻറ്റിൽ സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയാം. എന്ന് വെച്ചാൽ ആ എഗ്രിമെൻറ്റിനകത്ത് എത്ര കാലത്തേക്കാണ് ഈ പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. എത്ര കാലം വേണമെങ്കിലും അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാം. അതിൻ്റെ പാർട്ട്നേഴ്സിന് എപ്പോഴാണോ അത് പിരിച്ചു വിടണമെന്ന് തോന്നുന്നത് അത്രയും കാലം അവർക്ക് ആ പാർട്ട്ണർഷിപ്പായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പുകളെയാണ് നമ്മളെന്ന് പറയുന്നത് അറിയോ, പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പാർട്ട്ണർക്ക് തോന്നുകയാണ് ഈ പാർട്ട്ണർഷിപ്പ് പിരിച്ചു വിടണം. അപ്പോൾ അവരൊരു നോട്ടീസ് മുഖാന്തരം പാർട്ട്നേഴ്സിനെ അറിയിക്കുകയും അങ്ങനെ അവരൊരു മ്യൂച്വൽ ആയിട്ടുള്ള തീരുമാനം എടുക്കുകയും അതിലൂടെ പാർട്ട്ണർഷിപ്പ് പിരിച്ചുവിടുകയാണ് ചെയ്യുക. അല്ലാത്തൊരു ഘട്ടത്തിൽ ഈ പാർട്ട്ണർഷിപ്പ് അവസാനിക്കുന്നില്ല. അവർക്ക് എത്ര കാലം വേണമെങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ഇങ്ങനെ തുടർന്ന് പോവാം. അപ്പം അങ്ങനെ വരുന്ന പാർട്ട്ണർഷിപ്പിനെയാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഇപ്പോൾ രണ്ടാമത്തേലേക്ക് വരാം അല്ലേ. രണ്ടാമത്താണ് അതിൽ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എ പാർട്ട്ണർഷിപ്പ് ഫോംഡ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് ഓർ ഫോർ ഫിക്സഡ് പീരീഡ് ഈസ് കോൾഡ് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലാവധിക്കുള്ളിൽ തീരുന്ന ഒരു പാർട്ട്ണർഷിപ്പാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 വർഷത്തേക്കാണ് ഒരു പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കുന്നത്. അപ്പോൾ ആ എഗ്രിമെൻറ്റിനകത്ത് 5 ഇയേഴ്സ്, അതിൻ്റെ ഡ്യൂറേഷൻ 5 ഇയേഴ്സ് എന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക മിഷൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കാം. സോ ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനൊരു കാലാവധി ഉണ്ടാവുമല്ലോ. ആ കാലാവധി തീരുന്നതോട് കൂടിയിട്ട് ആ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യും, അവസാനിക്കും. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പോ ആവാം. അത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പുകളെയാണ് നമ്മൾ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ കാലാവധി ഉണ്ടായിരിക്കും. ആ കാലാവധി അവസാനിക്കുന്നതോടുകൂടി ആ പാർട്ട്ണർഷിപ്പ് അവിടെ എന്ത് ചെയ്യും, അവസാനിക്കുകയും ചെയ്യും. അത് അവരുടെ എഗ്രിമെൻറ്റിനകത്ത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. എന്താവശ്യത്താണെന്നോ അല്ലെങ്കിൽ എത്ര കാലത്തേക്കാണെന്നോ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പുകളെയാണ് നമ്മൾ പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് വരാം. രണ്ടാമത്താണ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നതെങ്കിൽ അതിൽ ഒന്നാമതാണ് ജനറൽ പാർട്ട്ണർഷിപ്പ്. ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഈസ് അൺലിമിറ്റഡ് ഈസ് നോൺ ആസ് ജനറൽ പാർട്ട്ണർഷിപ്പ്. അതായത് ഈ പാർട്ട്ണർഷിപ്പിനകത്ത് എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ എല്ലാം ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ 10 അംഗങ്ങളാണുള്ളത് എങ്കിൽ 10 പേരുടെയും ലയബിലിറ്റി എന്തായിരിക്കും, അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പിനകത്ത് എല്ലാവരും ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ പങ്കാളികളായിരിക്കും. എല്ലാവരും ഈ ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യും.
10 പേരുണ്ടെങ്കിൽ 10 പേരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, 10 പേരും വർക്ക് ചെയ്യും, 10 പേരും ഒരുമിച്ച് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ വരുന്ന ബാധ്യതകൾ എന്തെങ്കിലും ലയബിലിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും, എല്ലാവരും കൂടിയിട്ടാണ് അത് ഏറ്റെടുക്കുക, അല്ലാതെ ഒരാൾ ഒറ്റയ്ക്കാക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ബാധ്യത ഏറ്റെടുക്കുന്ന പാർട്ട്ണർഷിപ്പിനെ പറയുന്ന പേരാണ് ജനറൽ പാർട്ട്ണർഷിപ്പ്. ഇനി അതിൽ രണ്ടാമത്തേതാണ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ഇത് വളരെ സിമ്പിളാണ്. പാർട്ട്ണർഷിപ്പ് ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ് ആൻഡ് അതേഴ്സ് ആർ ലിമിറ്റഡ് ലയബിലിറ്റി ഈസ് നോൺ ആസ് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരും കൂടി ബാധ്യത ഏറ്റെടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും, മറ്റു പാർട്ട്നേഴ്സിന് ബാധ്യത ലിമിറ്റഡ് ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 10 പേരുണ്ടായിരുന്നല്ലോ, 10 പേരിൽ ഒരാൾ എല്ലാ ബാധ്യതയും ഏറ്റെടുക്കുകയും ബാക്കി എത്ര പേരുണ്ടാവും, 9 പേരുണ്ടാവും. അവരുടെ ബാധ്യത ലിമിറ്റഡും ആയിരിക്കും. അപ്പോൾ ഈ ബാധ്യത ഏറ്റെടുത്ത ആളായിരിക്കും പാർട്ട്ണർഷിപ്പിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ബാധ്യത അൺലിമിറ്റഡ് ആയിട്ട് വരുന്നത്. മറ്റുള്ളവർ ഒരു പക്ഷേ പൈസ കൊണ്ടുവരികയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സിനെ പോലെയുള്ള അവരായിരിക്കാം, അല്ലെങ്കിൽ സീക്രട്ട് പാർട്ട്നേഴ്സ് ആയിരിക്കാം. അപ്പോൾ അവർ ഇതിലേക്ക് ഇടപെടുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇടപെടാത്തത് കൊണ്ട് തന്നെ അവരെന്തായിരിക്കും, ഇതിൽ അവരുടെ ബാധ്യത ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കും അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ടാവുക, ബാക്കിയുള്ളവർക്കൊക്കെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക, ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തെടുത്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.